തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിരലുകൾ നഷ്ടമായ നീതുവിന്റെ കുടുംബം കോടതിയിലേക്ക്. നീതുവിന്റെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത് കോസ്മെറ്റിക് ആശുപത്രി ചികിത്സ വൈകിപ്പിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമ നടപടി. ചികിത്സയിലായിരുന്ന നീതു ആശുപത്രി വിട്ടെന്നും എന്നാൽ ആരോഗ്യസ്ഥിതി മോശമാണെന്നും കുടുംബാംഗങ്ങൾ 24-നോട് പറഞ്ഞു. പ്രതികരണം കേൾക്കാം. കുട്ടിയെ ഇപ്പം വീട്ടിൽ കൊണ്ടുവന്നു. കൈകാലുകൾക്ക് മുറിവ് ഉണ്ട്, അത് ഉണങ്ങിയിട്ടില്ല. ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. നല്ല ശരീരം ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. സംസാരിക്കാൻ തന്നെ വലിയ പാടാണ്. കുറച്ച് ആഹാരം ആണ് കഴിക്കുന്നത്. DMAക്ക് ഇന്നലെ പരാതി കൊടുത്തു. വ്യക്തതയില്ല, വ്യക്തതയാക്കണം. പിഴവുണ്ടോ അത് രേഖപ്പെടുത്തണം. അതിനെതിരെയാണ് നമ്മൾ പരാതി കൊടുത്തത്. ഞങ്ങൾ നിയമപക്ഷമായി കോടതിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇതേ ഞങ്ങളെ ഉദ്ദേശമുള്ളൂ. MG പ്രദേശ് വിശദാംശങ്ങളുമായി. പ്രദേശത്തിൽ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഉണ്ട്. അതിൽ ആശുപത്രിക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കുടുംബം ഏതറ്റം വരെയും നീതിക്ക് വേണ്ടി പോകും എന്ന സൂചനയാണോ നൽകുന്നത്? അനുജ, തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. ഈ കൊഴുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതി ഗുരുതരാവസ്ഥയിലായി 9 വിരലുകൾ മുറിച്ചു മാറ്റിയിട്ടും ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെയോ പോലീസിന്റെയോ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലോ നടപടിയോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോലീസിലും ഒപ്പം സർക്കാരിലും വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇനി കോടതിയെ സമീപിക്കാനായി കുടുംബം ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായി കുടുംബം ചർച്ച നടത്തി. വരും ദിവസങ്ങൾ തന്നെ കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് നീതുവിന്റെ കുടുംബം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നതാണ് കുടുംബത്തിന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രി വിളിക്കുമെന്നും ഇതിൽ ഇടപെടുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായില്ല എന്നതാണ് കുടുംബം പറയുന്നത്. ഏകദേശം 1 മാസത്തോളം അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ നീതു ഇന്നലെ വൈകിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. നീതുവിന് 4.5 വയസ്സ് പ്രായമുള്ള 2 ഇരട്ടക്കുട്ടികളാണ് ഉള്ളത്. ഈ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആരോഗ്യസ്ഥിതി അത്രത്തോളം മോശമായിരുന്നു. ഈ കുട്ടികൾ പോലും അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു നീതു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പലതവണ പരാതി നൽകിയിട്ടും കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ നടപടി സ്വീകരിച്ചില്ല. ഈ ശസ്ത്രക്രിയ നടക്കുന്ന ഘട്ടത്തിൽ ആശുപത്രിക്ക് രജിസ്ട്രേഷൻ പോലും ഇല്ലായിരുന്നു. ഇങ്ങനെ രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഒരു ആശുപത്രിയിൽ എങ്ങനെ ശസ്ത്രക്രിയ നടത്തുമെന്നതാണ് കുടുംബം ചോദിക്കുന്നത്. ഒരു അധികാരികളും തങ്ങളുടെ പരാതികളിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു കാര്യം വളരെ വേദനയോടുകൂടിയാണ് നീതുവിന്റെ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ച് അത്തരത്തിലൊരു നടപടി എടുക്കാനായി കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും നിലവിൽ നീതുവിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. വളരെ പതുക്കെ ഈ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് മുക്തമാകുമെന്നതാണ് നിലവിൽ ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്ന കാര്യം. അനുജ, പ്രദേശാണ്